ഹലോ വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു മാഗസിൻ സെറ്റ് ചെയ്യാന്നുള്ളത്. ഇതിനെ കുറിച്ചിട്ടുള്ള A to Z കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ടെംപ്ലേറ്റ് വഴി നമുക്ക് ഈ മാഗസിൻ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ക്യാൻവ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ഫ്രണ്ട് പേജ് ആണ്. ഓൾവേസ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പിൻട്രസ്റ്റിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഫ്രണ്ട് പേജ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കുറെ ആപ്പിൽ ഇട്ടിട്ട് എഡിറ്റ് ചെയ്യരുത്. നമുക്ക് പിക്സാർട്ടിൽ തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ ടൂൾസും ഉണ്ട്. ഇവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് നമുക്ക് അതിൽ ആഡ് ചെയ്യാനുള്ള പിക്ചർ ആഡ് ചെയ്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തിട്ട് അതിൽ സെറ്റ് ചെയ്തെടുത്ത് ഡൗൺലോഡ് ചെയ്യണം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറയുന്നില്ല. ഇന്നത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത വീഡിയോ അങ്ങനെ ഇനി സിമ്പിൾ വേല നമുക്ക് അതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് താഴെ കാണുന്ന ഈ ടെംപ്ലേറ്റ്സിൽ നിൽക്കി നമുക്ക് എന്ത് ടെംപ്ലേറ്റ് ആണോ വേണ്ടത് അത് നമ്മൾ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതിന് അതിലുള്ള ഫോട്ടോ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഡിലീറ്റ് ഇമേജ് എന്ന് വരും. അത് അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോസ് റിമൂവ് ആവും. അവിടേക്ക് നമ്മുടെ ഫോട്ടോ റീപ്ലേസ് ചെയ്യും. ഫോട്ടോസ് താഴെ കാണുന്ന ടൂളിൽ അപ്ലോഡ്സ് വഴി ആഡ് ആക്കാൻ നോക്കാം. അതിന് നമുക്ക് വേണമെങ്കിൽ അതിലുള്ള ടെക്സ്റ്റ് മാറ്റാം, അതിലെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ തന്നെ കസ്റ്റമൈസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സിമ്പിൾ വേല ടെംപ്ലേറ്റ് വഴി ഇത് എഡിറ്റ് ചെയ്യുന്നത്. ഈവൻ നമ്മുടെ ഫോട്ടോ കൂടുതൽ ബ്ലർ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാറ്റ്ജിപിടിയിലേക്ക് സെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് HD ക്ലാരിറ്റിയിൽ തരാൻ പറയാം. ഇനി നമുക്കിത് ക്യാൻവയിൽ തന്നെ സെറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് A5 സൈസിലുള്ള മാഗസിൻ ആണ്. 4 A5 ആണ്, ഒരു A3. അതുകൊണ്ട് തന്നെ നമ്മൾ A3 ഷീറ്റിൽ താഴെ കാണുന്ന എലമെന്റിൽ പോയിട്ട് ഒരു ലൈൻ എടുത്തിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടും വേർട്ടിക്കൽ ആയിട്ടും ഈ ഒരു ലൈൻ കോപ്പി ചെയ്തിട്ട് വെച്ചോടും. ആൻഡ് അഗൈൻ എലമെന്റിൽ പോയിട്ട് നമ്മൾ ഫ്രെയിം എന്ന് സെർച്ച് ചെയ്തിട്ട് ഒരു ഫ്രെയിം എടുത്തിട്ട് ഒരു കോളത്തിൽ സെറ്റ് ചെയ്തിട്ട് അത് ബാക്കിയുള്ള സൈഡിലേക്കും കോപ്പി ചെയ്തോളും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കറക്ഷൻ നമ്മൾ ലൈൻ ഇട്ട ഭാഗത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നമ്മൾ അപ്ലോഡ്സിൽ പോയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടെംപ്ലേറ്റ്സും നമ്മൾ ഇതിൽ ആഡ് ചെയ്തെടുക്കും. ഇവിടെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ആൾസോ നമ്മൾ മിസ്റ്റേക്സ് ക്രിയേറ്റ് ചെയ്യുന്നതും ഇവിടുന്ന്. മുകളിൽ ഞാൻ വെച്ച ഹാപ്പി ബർത്ത്ഡേ അതിന് സ്യൂട്ട് ആവാത്തോണ്ട് ഞാൻ പിക്സാർട്ടിൽ പോയിട്ട് വേറെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഇപ്പൊ ഒരു സൈഡ് ഇനി ഡബിൾ സൈഡിന് വേണ്ടിയിട്ട് മുകളിലത്തെ 3 ഡോട്ട് നിൽക്കിയിട്ട് വ്യൂ ഓൾ പേജ് നിൽക്കാം. ആൻഡ് അതിന് സൈഡിലുള്ള പ്ലസ് ഐക്കൺ നിൽക്കി കഴിഞ്ഞാൽ അതിന്റെ കോപ്പി കിട്ടും. സെയിം ആയിട്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് അതിലുള്ള ഫോട്ടോസ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ള ഫോട്ടോസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ഫ്രണ്ട് പേജിന്റെ തൊട്ട് ബാക്കിലായിരുന്നു ഈ ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് എഴുതിയിട്ടുള്ള ടെംപ്ലേറ്റ് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ഫ്രണ്ട് പേജിന്റെ തൊട്ട് ബാക്കിൽ ഇത് സെറ്റ് ചെയ്ത് അങ്ങനെ വരും എന്നുള്ളതായിരുന്നു. ബട്ട് പ്രിന്റ് എടുത്ത സമയം ബാക്ക് പേജിലുള്ള ലെഫ്റ്റിലോട്ട് മാറിയിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് മുകളിൽ ഡൗൺലോഡ് ചിഹ്നം നെക്കിയിട്ട് PDF പ്രിന്റ് നെക്കിയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും വാട്സ്ആപ്പ് പേഴ്സണൽ ആയിട്ടോ നമ്മൾ പ്രിന്റ് ചെയ്യാനുള്ള കടയിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന്റെ പ്രിന്റിംഗ് ഡീറ്റെയിൽസ് നോക്കാം. 180 GSM ഗ്ലോസി പേപ്പറിൽ ഡബിൾ സൈഡ് ആയിട്ടാണ് നമ്മൾ ഇതിൽ പ്രിന്റ് എടുക്കേണ്ടത്. ഏറ്റവും കുറഞ്ഞ GSM എടുത്താലാണ് നമുക്കൊരു മാഗസിന്റെ ഔട്ട്ലുക്ക് കിട്ടുള്ളൂ. ഈ പ്രിന്റ് നമുക്ക് ലാസർ പ്രിന്റ് ഒക്കെ എടുക്കുന്ന കടയിൽ നിന്ന് കിട്ടും. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് ഒരു ഏകദേശം 100 റുപ്പീസിന്റെ താഴത്താണ് ഇതിന് പ്രിന്റിംഗ് കോസ്റ്റ് വരുന്നത്. അപ്പൊ കണ്ടു, ഹാപ്പി ബർത്തിന് തൊട്ട് ബാക്കിൽ വേണം എന്ന് കരുതിയ സാധനം പേജിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് പേജിന്റെ ബാക്കിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മറ്റേ പേപ്പറിന്റെ ലെഫ്റ്റ് സൈഡിൽ സെറ്റ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് അതിന്റെ ബാക്കിൽ കിട്ടും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാണ്. ആൻഡ് നമ്മൾ ഇത് സെന്ററിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഫോൾഡ് ചെയ്യുന്ന സമയം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തേക്ക് നോക്കിയിട്ട് വേണം മടക്കാനായിട്ട്. ആൻഡ് വേറെ ഇൻസ്ട്രുമെന്റ് ഒന്നും യൂസ് ചെയ്തിട്ട് ഇത് മടക്കും. ഇനി നമുക്ക് ഇതിന്റെ 2 സൈഡിൽ പിൻ ചെയ്യണം. അപ്പോൾ വലിയ സ്റ്റാപ്ലർ ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിന്റെ അടുത്ത് കയ്യിൽ ചെറുതായി ഞാൻ കടയിൽ പോയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സെയിലിംഗ് കോസ്റ്റ് ഡിപ്പെൻഡ് ഓൺ യുവർ എഫേർട്ട് ആൻഡ് പ്രിന്റിംഗ് കോസ്റ്റ്. സോ അതൊന്നും നമ്മൾ ഒരാളുടെ ചോദിക്കേണ്ട കാര്യമില്ല. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.